നന്മകളും ദിനംപ്രതി അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. पिछले दिनों में हमें भी केरला तक यात्रा करने के लिए परमेश्वर ने मदद किया, हमारे आने जाने में, और जिस कार्यों के लिए गया था सब कुछ अच्छी तरीके से संपन्न होने के लिए परमेश्वर ने मदद किया, प्रार्थना किया। वह सभी लोगों को हृदय की गहराई से धन्यवाद देते हैं। കഴിഞ്ഞ ദിവസങ്ങൾ നാട്ടിലേക്ക് യാത്ര ചെയ്യുവാനിടയായി പോക്കിലും വരവിലും പോയ കാര്യങ്ങളിലുമെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. परमेश्वर की अनुग्रह एक एक पल अनुभव करने के लिए परमेश्वर में सहायता करते हैं। ദൈവത്തിന്റെ കൃപ ദിനംപ്രതി അനുഭവിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നു. हालेलुया। परमेश्वर हम सबको अनुग्रह से भरने पाए। ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. आमीन। आज सुबह थॉमसन पास्टर के द्वारा अच्छे गवाहियों को हम सुन रहे थे। പ്രിയ ദേവദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്, ആലോചനയാണ് കേട്ടത്. हालेलुया। जिस पेड़ में फल है उसे ही लोग पत्थर फेंकते हैं। ഫലമുള്ള വൃക്ഷത്തിൽ കല്ലെറിയും. आमीन। प्रेज़ लॉर्ड। यदि फल नहीं है तो पत्थर कोई उठाएगा भी नहीं, देखेगा भी नहीं। ഫലമില്ലാത്ത ഒരു വൃക്ഷത്തെ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. हालेलुया। इसका एक बहुत बड़ा एक एग्जाम्पल है कि थॉमसन पास्टर दिन प्रतिदिन फलवंत होते जा रहा है। ഈ നമ്മൾ കേട്ടത് ആമേൻ തോംസൺ പാസ്റ്ററുടെ ശുശ്രൂഷകൾ ഫലപ്രദമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മൾ കണ്ടത്. आमीन। जिसके पास फल नहीं है वो पत्थर फेंकने का काम लेता है। ഇനി ഫലമില്ലാത്തവരാണ് മറ്റുള്ളവരെ കല്ലെറിയുവാൻ കല്ലെടുക്കുന്നത്. हालेलुया। परमेश्वर की हर एक भलाई के लिए परमेश्वर को धन्यवाद देता हूँ। ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. जब हम ऐसे बातों को सुनता है तभी हमें पता चलता है कि परमेश्वर आज भी जिंदा है। നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദൈവം ജീവിക്കുന്നുവെന്ന ഒന്ന് ആമേൻ നമ്മൾ ചിന്തിക്കും. आज भी लोगों के अंदर परमेश्वर के बारे में विचार हो रहा है, परमेश्वर करने वाला कार्यों के बारे में विचार हो रहा है। वो इसका बहुत बड़ा एक नमूना है। ദൈവം ജീവിക്കുന്നുവെന്നും ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്നും ജീവിക്കുന്നുവെന്നുള്ള ഒരു ചിന്ത ജനത്തിനിടയിൽ ഉണ്ടാകട്ടെ. हालेलुया। परमेश्वर के नाम की महिमा होने पाए। ദൈവത്തിന്റെ നാമം മഹത്വം ഉണ്ടാകട്ടെ. जल्दी से हमारे ध्यान परमेश्वर के वचन की ओर हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. आमीन। भजन संहिता 106 और उसके 7वें आयत के और हमारे ध्यान हम लाएंगे। भजन संहिता 106 उसके 7वें आयत के और 106 സങ്കീർത്തനം അതിന്റെ 7ാമത്തെ വാക്യം. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ചു തന്നെ മത്സരിച്ചു. हालेलुया। वहां पर अपार करुणा के बारे में स्मरण नहीं किया करके वहां पर बताया गया है। നിന്റെ മഹാദയെ അവർ ഓർക്കാതെ ഇരുന്നു എന്ന് അവിടെ വായിച്ചു. हालेलुया। प्रेज़ लॉर्ड। और उसके प्रेज़ लॉर्ड 13th आयत 13वीं आयत भी हम देखेंगे। അതിന്റെ 13ാമത്തെ വാക്യം. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. और उसके कामों को भी वे भूल गए करके वहां पर बताया गया है। അവന്റെ പ്രവൃത്തികളെ അവർ മറന്നു. हालेलुया। पहले हमने देखा कि प्रेज़ लॉर्ड परमेश्वर की महाकरुणा को वे भूल गया। ആദ്യമേ നമ്മൾ വായിച്ചു നിന്റെ മഹാദയെ അവർ മറന്നു. और अभी यहाँ पर हम देखते हैं कि परमेश्वर की उस अद्भुत कामों को वे भूलना शुरू हो गया। രണ്ടാമത് നമ്മൾ വായിച്ചു അവന്റെ പ്രവൃത്തികളെ അവർ മറന്നു. और हम देखेंगे उसके 21 और 22 आयत को भी हम पढ़ेंगे। 21-22 വാക്യങ്ങൾ. മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. यहाँ पर हम देखते हैं कि उद्धारकर्ता परमेश्वर को वे भूल गए करके वहां पर बताया गया है। രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. हर एक समय बैकस्लाइडिंग एक स्टेप बाय स्टेप एक एक स्टेज से होकर बैकस्लाइड होते जाते हैं। പിന്മാറ്റം എന്ന് പറയുന്നത് ആമേൻ പല ഘട്ടങ്ങളിലായി അങ്ങനെ ഉണ്ടാകും. एकदम तुरंत कभी भी कोई भी बैकस्लाइड नहीं हो जाता है। ഒറ്റയടിക്ക് ആരും പിന്മാറി പോകുന്നില്ല. स्टेप बाय स्टेप एक एक घटनाओं से वे परमेश्वर से दूर हटना शुरू होता है। ഓരോരോ ഘട്ടങ്ങളിലായി ഓരോ പടി പടിയായി ആളുകൾ പിന്മാറി പോകുന്നു. भजन संहिता 105 में परमेश्वर की विश्वासयोग्यता के बारे में, गॉड्स फेथफुलनेस के बारे में 105 भजन संहिता में लिखा गया है। 105ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു. और 106 भजन संहिता में मनुष्य का परमेश्वर
परमेश्वर की ओर का जो फेथफुलनेस, जो विश्वासयोग्यता है, उसके बारे में वहां पर 106 भजन संहिता में बताया गया है। 106 സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വസ്തതയെ കുറിച്ച്। ये एक हिस्टोरिकल रिकॉर्ड के लिए नहीं दिया है, बल्कि हमारे दिन प्रतिदिन के, हमारे जिंदगी में परमेश्वर के सम्मुख एक वार्निंग के समान, एक हमें याद दिलाने के लिए पवित्र आत्मा हमें स्मरण दिला रहा है। ഈ സങ്കീർത്തനങ്ങളെല്ലാം കേവലം ഒരു ചരിത്ര പുസ്തകമായി എഴുതി വെച്ചിരിക്കുന്നതല്ല, നമ്മൾക്ക് ഒരു ദൃഷ്ടാന്തമായി നമുക്ക് വേണ്ടി നമ്മുടെ ദിനം പ്രതിയുള്ള ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതിന് പറഞ്ഞിരിക്കുന്ന ആമേൻ ഒരു വേദഭാഗമാണ്। जो इस्राएलियों के लिए एक अनुभव रहा और उन्हें छुड़ाए हुआ परमेश्वर को उन्होंने एक एक बार, एक एक पल जब परमेश्वर को भूल रहे हैं, परमेश्वर से दूर हट रहे हैं, वो बातें हमें इसके लिए स्मरण दिलाया जाता है, क्योंकि उन्हें उद्धार मिला, फिर भी वे परमेश्वर को भूल गया। हमारे जिंदगी में भी हमें उद्धार तो मिला है, लेकिन कभी कभी हम परमेश्वर से दूर हट सकते हैं। ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലും ആമേൻ അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു, അവർക്ക് പടിപടിയായി അവരെ വിടുവിച്ചു കൊണ്ടുവന്ന ആ ദൈവത്തെ അവർ മറന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ അത് തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു ദൃഷ്ടാന്തമായി ദൈവം കാണിച്ചു തരികയാണ്। വിടുവിച്ച രക്ഷിച്ച ദൈവത്തെ ആമേൻ പടിപടിയായി മറന്നു പോകുന്ന അനുഭവം നമുക്കും ഉണ്ടാകരുത്। हालेलुया। यहाँ पर हमने 7वीं आयत में पढ़ा कि ऑल ऑन ए सडन, जल्दी से, एकदम से परमेश्वर को उन्होंने भूल नहीं गया, बल्कि परमेश्वर की महा करुणा को, परमेश्वर की महा दया को वे भूलना शुरू कर दिया। ഇതിന്റെ 7ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ഇസ്രായേൽ ജനം ഒറ്റയടിക്ക് ദൈവത്തെ മറന്നു കളഞ്ഞില്ല, അവർ ആദ്യമേ ദൈവത്തിന്റെ മഹാദയയെ ഓർക്കാത്തവരായി മാറി। यहाँ पर लिखा है कि ना तेरी अपार करुणा को स्मरण रखा करके वहां पर बताया है। 7ാമത്തെ വാക്യത്തിൽ നിന്റെ മഹാദയയെ അവർ ഓർക്കാതെയും എന്ന് പറഞ്ഞിരിക്കുന്നു। परमेश्वर की महाकरुणा है, लेकिन वो वे भूलना शुरू कर दिया। ദൈവത്തിന്റെ ഒരു വലിയ ദയയുണ്ട്, അതിനെ അവർ മറക്കുവാൻ തുടങ്ങി। हम काफी बार गवाही से कहते हैं कि हमें जिस अवस्था से परमेश्वर ने उठाकर लेकर आया है, हम कभी नहीं भूलेंगे, हम कभी भी परमेश्वर को नहीं छोड़ेंगे, हम परमेश्वर के लिए अंतों तक खड़े रहेंगे करके हम जरूर गवाही तो कहते हैं। നമ്മുടെ സാക്ഷ്യങ്ങളിലെല്ലാം നമ്മൾ പറയുന്നതാണ്, ദൈവം എന്നെ വളരെ അത്ഭുതകരമായി രക്ഷിച്ചു, വിടുവിച്ചു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഒരിക്കലും മറക്കത്തില്ല, അന്ത്യം വരെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്। लेकिन यहाँ पर हम देखते हैं कि एकदम से नहीं भूला जा रहा है, बल्कि परमेश्वर की करुणा वे भूलना शुरू कर दिया। എന്നാൽ ഒറ്റയടിക്ക് അവർ ദൈവത്തെ മറന്നില്ല, അവർ ആദ്യമേ ദൈവത്തിന്റെ മഹാദയയെ ആദ്യമേ മറന്നു കളഞ്ഞു। हालेलुया। परमेश्वर ने कहां से लेकर आया है वे भूलने के लिए शुरू कर दिया। ദൈവം അവരെ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളത് അവർ മറക്കാൻ തുടങ്ങി। 400 साल की गुलामी उतना आसान नहीं है, वो अनुभव छोड़ना उतना आसान नहीं है, क्योंकि उनका जिंदगी का एक स्वभाव वो बन गया है। 400 വർഷത്തെ അടിമത്തം എന്ന് പറയുന്നത് അത്ര ആമേൻ എളുപ്പമായിരുന്നില്ല, അതവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി സ്വഭാവമായി മാറിയതുകൊണ്ട് ആമേൻ അതിന്റെ ചിന്തകൾ മറക്കുക എന്നുള്ളതും പ്രയാസമായി। बुक ऑफ एक्सोडस चैप्टर 12 उसके 12वें अध्याय के 40 आमीन और उसके अगले आयतों में हम देखते हैं उन्हें 400 साल की गुलामी से परमेश्वर ने लेकर आया था। പുറപ്പാട് പുസ്തകം 12ന്റെ 40 മുതലൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട് അവർ 400 അവരുടെ പരദേശവാസം 430 സംവത്സരമായിരുന്നു। हालेलुया। गुलामी के अनुभव में वे होकर गए थे, അവർ അടിമത്തത്തിലൂടെ കടന്നുപോയി। उनको मारा जाता था, वे आंसू बहाकर रोते थे, they were being humiliated, इतना निंदा और अपमान किया जाता है। उनका एक सेल्फ आइडेंटिटी नहीं था, हालेलुया, अपना कहने के लिए एक अच्छा पहचान तक नहीं था, बल्कि उनको गुलामी के कैटेगरी में बुलाया जा रहा था। അവരെ എപ്പോഴും ആമേൻ അടിക്കുമായിരുന്നു, അവർക്ക് കണ്ണുനീരും ആമേൻ അവരെ താഴ്ത്തിക്കെട്ടുന്ന, അവരെ വേദനിപ്പിക്കുന്ന നിന്നയുടെ അനുഭവങ്ങൾ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ। വളരെയധികമായ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ ഒരു അടിമത്തത്തിന്റെ ജീവിതം। आप कौन सा परिवार से है पूछेंगे तो परिवार का नाम भी बोलने के लिए नहीं है, बस इतना ही कह पाएंगे कि हम गुलाम है करके, we were from slavery, we are from slavery करके ही वे कह पाएंगे, कोई एड्रेस तक उनको बोलने के लिए नहीं था। അവർക്ക് പറയുവാൻ പ്രത്യേകിച്ച് ഒരു അഡ്രസ് ഉണ്ടായിരുന്നില്ല, ഏത് കുടുംബത്തിൽപ്പെട്ടവരെന്ന് പറയുവാൻ അവർക്ക് അത്ര
ആമേൻ വിലയുണ്ടായിരുന്നില്ല. കേവലം അടിമ എന്ന ഒരു അനുഭവമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. उन्होंने रोया रोया और परमेश्वर कहता है कि उनके रोने की आवाज मैंने स्वर्ग में सुना है बोलकर उन्हें उद्धार देने के लिए मूसा को वहां पर भेज रहा है. ഇസ്രായേൽ മക്കൾ കഷ്ടത നിമിത്തം അവർ ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു. അവരുടെ കരച്ചിൽ കേട്ട് ദൈവം മോശയെ അവരുടെ ഉദ്ധാരണത്തിനായി അയക്കുന്നത് നമ്മൾ വായിക്കുന്നു. और हम जानते हैं कि उसके अगले अध्यायों में बुक ऑफ एक्सोडस चैप्टर 14 से जब हम देखते हैं लाल समुद्र के अनुभव से परमेश्वर अपने लोगों को लेकर जाता है और उन्होंने मिस्रैम में देखा है 10 प्रकार के जो प्लेग उनकी आंखों के सामने उन्होंने देखा है. 14 അധ്യായങ്ങളിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ മിസ്രയീമിന്റെ ദേശത്ത് അവർ ആമേൻ നേരിട്ട് കണ്ട 10 ബാധയുടെ അനുഭവങ്ങളെ നമ്മൾ വായിക്കുന്നുണ്ട്. ആമേൻ 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ ചെങ്കടലിലെ ഉണങ്ങിയ നിലത്തുകൂടെ ദൈവജനത്തെ നടത്തിക്കൊണ്ടുപോകുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം നമ്മൾ വായിക്കുന്നു. और वहां से जब उस मिस्रैम से गुलामी से जब बाहर आ रहा है, खाली हाथ नहीं आ रहा है बल्कि सोना चांदी सब कुछ लेकर वे वहां से यात्रा का शुरुआत कर रहा അവർ है. ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നത് വെറും കൈയായല്ല. അവർക്ക് ആമേൻ കൈ നിറയെ സ്വർണവും അവർക്ക് ആവശ്യമുള്ളതും എല്ലാമായിട്ടാണ് അവർ പുറപ്പെടുന്നത്. परमेश्वर उनके लिए सारे बातों को उपलब्ध करते हुए दिया, लेकिन जब लाल समुद्र के सामने आया तो वे पूछ रहा है कि हमें यहां पर क्यों लेकर आया, हमें क्यों मार डालने के लिए आपने लेकर आया है. ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി കൊടുത്തു. അവർക്ക് വേണ്ടി കരുതി. ആമേൻ എങ്കിലും അവർ ചെങ്കടലിന് മുന്നിൽ വന്നപ്പോൾ അവർ പിന്നെയും വെറുപെറുക്കുകയാണ്. ഞങ്ങളെ ആമേൻ ഇവിടെ കൊണ്ടുവന്നത് കൊല്ലുവാനാണ്. वे भूल गया कि कौन उन्हें यहां तक लेकर आया है. അവരെ കൊണ്ടുവന്ന ദൈവത്തെ അവർ മറന്നു. फरवोन के उस सामर्थ्य से, उसके हाथों के उस पीड़ा से परमेश्वर ने उन्हें छुड़ा कर लेकर आया है. ഫറവോന്റെ ബലമുള്ള കയ്യിൽ നിന്നും അവന്റെ ആമേൻ കരത്താലുള്ള പീഡനത്തിൽ നിന്നും ദൈവജനത്തെ ദൈവം ദയയാൽ പുറപ്പെടുവിച്ചു. हालेलुया. जो कारागृह में थे, कारागृह के द्वारों को भी खोलकर वहां के गुलामी के अनुभव से भी उन्हें छुड़ा कर लेकर आया है. കാരാഗൃഹത്തിൽ കിടക്കുന്ന അടിമത്തത്തിൽ നിന്ന് ആമേൻ അവരെ ദൈവം വിടുവിച്ച് പുറപ്പെടുവിക്കുവാനിടയായി. और यहाँ तक परमेश्वर ने उन्हें लेकर आया. हालेलुया. लेकिन वो कहते हैं कि आमीन हमें यहाँ पर क्यों लेकर आया है. ആ അനുഭവത്തിൽ നിന്നെല്ലാം ദൈവം അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഇവര് ചോദിക്കുകയാ ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത്. हालेलुया. एक बात हम स्मरण करना है कि उन्हें यहाँ तक शत्रु ने नहीं लेकर आया है बल्कि यहोवा परमेश्वर ने लेकर आया है. ഇവരെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഏതെങ്കിലും ശത്രുവല്ല, ദൈവം തന്നെയാണ് അവരെ പുറപ്പെടുവിച്ചത്. लेकिन यहाँ पर जब आते हैं हम गिनती के पुस्तक उसके 14th अध्याय उसके 4वें आयत को हम जब पढ़ते हैं, गिनती के पुस्तक उसके 14th अध्याय 14वें अध्याय का 4वें आयत जब हम पढ़ते हैं वहां पर कुछ बातों को हम देखते हैं. जल्दी से हम देखेंगे. സംഖ്യാപുസ്തകം 14ന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. हालेलुया. यहाँ पर वो कह रहे हैं कि आइए हम मिलकर एक लीडर को हम चुनेंगे ताकि हम दोबारा मिस्रैम की ओर हम चले जाएं. അവര് പറയുകയാണ് നമ്മുടെ ഇടയിൽ നിന്ന് നമുക്കൊരു തലവനെ തിരഞ്ഞെടുക്കാം, നമുക്ക് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാം. क्या गंभीर लोग हैं. सच में ऐसे लोगों को परमेश्वर मिस्रैम से छुड़ा कर लेकर आया है. എന്തൊരു തരത്തിലുള്ള ആളുകളാണെന്ന് ആമേൻ ആ ഭീകരാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് ഇവരെ ആ ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. यहाँ तक इतने आश्चर्य और अद्भुत कार्यों को करते हुए लेकर आया, लेकिन अब ये खुद कह रहे हैं कि आइए हम हमारे बीच में एक अगुवे को हम चुनेंगे ताकि हम वापस मिस्रैम की ओर हम चले जाए. വളരെ അത്ഭുതകരമായാണ് ദൈവം അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവര് പറയുക നമുക്കൊരു നേതാവിനെ ഉണ്ടാക്കി തിരിച്ചു പോകാം. Hallelujah. They started forgetting the mercies of Lord. परमेश्वर की दया महाकरुणा को वे भूलना शुरू कर दिया. ആമേൻ അവൻ ദൈവത്തിന്റെ മഹാദയെ ആമേൻ ആ ജനം മറക്കുവാനായി തുടങ്ങി. हालेलुया. वे परमेश्वर को नहीं भूला है बल्कि परमेश्वर की करुणा को वे भूलना शुरू कर दिया है. അവർ ആദ്യമേ ദൈവത്തെ മറന്നില്ല, അവർ ദൈവത്തിന്റെ മഹാദയെ മറന്നു കളഞ്ഞു. क्योंकि लाल समुद्र के सामने जब आया था तो वे परमेश्वर के खिलाफ नहीं, उन्हें लेकर आए वो मूसा के खिलाफ वे यहाँ पर बातें कर रहा है. ചെങ്കടലിന്റെ മുന്നിൽ വന്നപ്പോൾ അവർ ദൈവത്തിന് വിരോധമായല്ല അവരെ കൊണ്ടുവന്ന
നയിച്ചുകൊണ്ടിരിക്കുന്ന മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തു. हालेलुया, परमेश्वर के महाकरुणा एक एक करके वे भूलना शुरू कर रहा है. ദൈവത്തിന്റെ മഹാദയയെ ഒന്നൊന്നായി അവർ മറന്നു. यदि हम संडे में पूछेंगे कि आपका अनुभव कैसा है, बोलेंगे कि हम परमेश्वर के लिए बहुत आगे हैं, बहुत कुछ कर रहे हैं, लेकिन परमेश्वर की करुणा को वे भूल रहे हैं. അവരോട് ആമേൻ ഞായറാഴ്ച ചോദിച്ചാൽ അവർ പറയും ദൈവം നല്ലവനാ, ദൈവം വലിയവനാണെന്നൊക്കെ പറയും. പക്ഷേ ആമേൻ ദൈവത്തിന്റെ ദയയെ അവർക്കൊന്നും ഓർമ്മയില്ല. हालेलुया, लेकिन सच में देखिएगा परमेश्वर फिर भी उनके लिए अद्भुत कार्य कर रहा है. ശരിക്കും ഒന്ന് നോക്കിക്കേ, ഇത്രയുമെല്ലാം ആയിട്ടും ദൈവം അവർക്ക് നന്മ ചെയ്തില്ല. सच में अगर मैं परमेश्वर की जगह पे होता तो लाल समुद्र बिल्कुल खोल के नहीं देता था. ദൈവത്തിന്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ചെങ്കടൽ ഇവർക്ക് വേണ്ടി തുറക്കുമായിരുന്നു. अरे ऐसा कुड़कुड़ाने वाले लोगों को क्यों लेकर जाना है? ഇത്ര പിറുപിറുക്കുന്ന ഇവരെ എവിടെ കൊണ്ടുപോകാനോ? इसके लिए उस समय में मैं जिंदा नहीं था. അതുകൊണ്ടായിരിക്കാം നമ്മൾ ആരും അന്ന് ജീവനോടെ ഇല്ല. हालेलुया, प्रेज द लॉर्ड. परमेश्वर की कार्य परमेश्वर की तरीका से परमेश्वर करता है. ദൈവം ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവത്തിന്റെ രീതിയിലാണ് ചെയ്യുന്നത്. हालेलुया, परमेश्वर की महादया और करुणा हमारे ऊपर हर पल है. इसके लिए हम आज भी परमेश्वर के अद्भुत कार्यों को देख पा रहे हैं. ദൈവത്തിന്റെ ദയ അത് അത്ഭുതകരമാകിയാൽ, അത് വലിയതാകിയാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവികമായ രീതിയിൽ ദൈവം ചെയ്യും. हालेलुया, प्रेज द लॉर्ड. लोगों का खूबी देखकर नहीं कर रहा है, बल्कि परमेश्वर है, इसके लिए वो हमारे लिए अद्भुत कार्यों को कर रहा है. ലോകത്ത് ജനത്തിന്റെ നന്മ കണ്ടോ ജനത്തിന്റെ പ്രശംസ കൊണ്ടോ അല്ല നമ്മൾ നന്മ അനുഭവിക്കുന്നത്. ദൈവമായിരിക്കെ കൊണ്ട് നമ്മൾ ഇന്ന് നന്മ അനുഭവിക്കും. पढ़ेंगे उसी भजन संहिता 106 का 8वें आयत को भी हम पढ़ेंगे. वहां पर लिखा गया है उस 8वें आयत को, 106 സങ്കീർത്തനത്തിന്റെ 8 വാക്യം, എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. उसके नाम के निमित्त परमेश्वर उन्हें छुड़ा रहा है, उन्हें बचा रहा है. തന്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. क्यों कर रहा है? क्योंकि परमेश्वर का नाम का एक खासियत वो है, इसके लिए परमेश्वर अपने लोगों को छुड़ा रहा है. ദൈവം എന്തുകൊണ്ട് അവരെ രക്ഷിക്കുന്നത്? അവൻ ദൈവമായിരിക്കെ അവന്റെ നാമമഹത്വത്തിനായി അവരെ രക്ഷിച്ചു. That is his character. परमेश्वर का स्वभाव है. हालेलुया, वो कभी भी अपने स्वभाव से अलग नहीं हो सकता है. ദൈവത്തിന് തന്റെ സ്വഭാവത്തിന് യാതൊരു വ്യത്യാസവും വരുത്തുവാൻ കഴിയത്തില്ല. हम कहते हैं कि पिछले 3 दिन हम बड़े कठिन उपवास में था, इसके लिए हमने ये सब कुछ प्राप्त किया है. നമ്മൾ പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ 3 ദിവസം കഠിന ഉപവാസം എടുത്തത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് നമ്മൾ പ്രശംസിക്കുന്നു. संडे को उठकर गवाही में कहते हैं कि पास्टर आप नहीं जानते, पिछले 7 दिन से हमने पूरा खाना छोड़ दिया और इतना उपवास में बैठा, इसके लिए हम ये सब अनुग्रह अनुभव कर रहे हैं. ഞായറാഴ്ച നമ്മൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയും, കഴിഞ്ഞ 7 ദിവസം ഞാൻ കഠിന ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം എനിക്ക് നന്മ തന്നെന്ന് നമ്മൾ പറയും. मेरा बच्चा विदेश में गया है क्योंकि मैंने उपवास में बैठा था. എന്റെ മകൻ ആമേൻ വിദേശത്ത് പോയി, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. मैंने फलाना कार्य किया क्योंकि मैंने उपवास में बैठा था. എനിക്ക് ഇന്ന കാര്യം ലഭിച്ചു, ഞാൻ ഉപവസിച്ചത് കൊണ്ട്. अरे नहीं, आपके उपवास के कारण नहीं, परमेश्वर है और वो अपने स्वभाव के अनुसार हमें वो अनुग्रह कर रहा है. इसके लिए हम उसके अनुग्रह दिन प्रतिदिन अनुभव कर रहे हैं. ദൈവമായിരിക്കെ കൊണ്ട് അവന്റെ നാമ നിമിത്തം നമുക്ക് ആവശ്യമുള്ള നന്മകൾ ദിനം പ്രതി ദൈവം തരുന്നുണ്ട്. हालेलुया, हम तो काफी बार उपवास हमारे लालच के लिए बैठते हैं, मुझे वो चाहिए ये चाहिए बोलकर हमारे लालच को पूरा करने के लिए हम उपवास में बैठे हैं. बल्कि हम कभी भी परमेश्वर के स्वभाव के अनुसार, परमेश्वर के समान, उसके स्वभाव हमारे अंदर होने के लिए हम कभी भी उपवास में नहीं बैठते हैं. നമ്മുടെ ഉപവാസങ്ങൾ മിക്കപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആമേൻ അത്യാഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഉപവസിക്കുന്നത്. എന്നാൽ ദൈവിക സ്വഭാവം നമ്മളിൽ വെളിപ്പെടുവാൻ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഉപവാസം ഇരിക്കുന്നവർ ഇന്ന് ഇല്ല. हालेलुया, परमेश्वर मुझे ये कमी है, वो कमी खत्म हो जाए और हम तेरे समान बन जाए बोलकर हम कभी भी उपवास में नहीं बैठ रहे हैं. എന്നിൽ ഈ ഒരു കുറവുണ്ട് കർത്താവേ, അതൊന്ന് മാറ്റിത്തരണമേ, എനിക്ക് നിന്നെ പോലെ ആയിത്തീരുവാൻ, നിന്റെ സ്വഭാവമുള്ളവനായി തീരുവാൻ ഉപവസിക്കുന്ന ആരെങ്കിലും ഇന്നുണ്ടോ? हालेलुया, बल्कि हम हमारे लालचों को पूरा करने के लिए हम काफी बार हम उपवास में बैठते हैं. നമ്മുടെ അത്യാഗ്രഹങ്ങളെ നിറവേറ്റുവാനാണ് പല ഉപവാസങ്ങളും ഉള്ളത്. और आज का एक नया ट्रेंड ये भी आ गया है कि हम उपवास के लिए 3 दिन के लिए
केरला से भविष्यवक्ताओं को बुला लेते हैं। ഇന്നത്തെ ഒരു കണ്ടുവരവ് ഇങ്ങനെയാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് നാട്ടിൽ നിന്ന് ഒരു പ്രവാചകനെയും വരുത്തും. हालेलुया। नाम 3 दिन का उपवास प्रार्थना है। പേര് 3 ദിവസം ഉപവാസം. ना तो पास्टर उपवास में है, ना तो वो विश्वासी या वो परिवार उपवास में है। അവിടെ ദേവദാസനോ വിശ്വാസികളോ ആരും ഉപവസിക്കത്തില്ല. हालेलुया। जिस घर में छुटकारा होना है वो परिवार में उनका बच्चा तक उपवास में नहीं बैठता है। ഏത് വീട്ടിൽ വിടുതൽ വേണമോ അവിടുത്തെ കൊച്ചു കുഞ്ഞു പോലും ഉപവസിക്കത്തില്ല. लेकिन नाम उपवास प्रार्थना है। പേരിന് ഉപവാസം. और फिर हम गवाही में कहते हैं कि हमारे उपवास प्रार्थना के कारण ये सब कुछ हमने प्राप्त किया है। പിന്നെ സാക്ഷ്യത്തിൽ എഴുന്നേറ്റ് നമ്മൾ പറയും ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം പ്രാപിച്ചു. I mean, आप लोगों को वो बातें इतना समझ में आएगा कि नहीं पता। आप लोग उत्तर भारत में आइएगा तब पता चलेगा कि यहाँ पर क्या क्या होता है। നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നോർത്ത് ഇന്ത്യയിൽ വന്നാൽ നിങ്ങൾക്ക് ഇതിലെ ചിലതൊക്കെ മനസ്സിലാകും. हालेलुया, प्रेज द लॉर्ड। लेकिन परमेश्वर की अनुग्रह हम इसके लिए अनुभव कर रहे हैं क्योंकि वो उसका स्वभाव है, हमें दिन प्रतिदिन उसकी महाकरुणा के कारण वो हमें चला रहा है। ദൈവിക നന്മകൾ നമ്മൾ അനുഭവിക്കുന്നത് ദൈവം തന്റെ നാമനിമിത്തമാണ്. അവൻ അതെല്ലാം ചെയ്തു തരുന്നത്. पहला हमने उसकी महान करुणा को हम भूल गए। ആദ്യമേ ദൈവത്തിന്റെ മഹാദയെ മറന്നു. अब 13वीं आयत को हम पढ़ेंगे, 13th आयत, उसी भजन संहिता की 13th आयत को हम पढ़ेंगे। 13ാമത്തെ വാക്യം. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു. I mean, पहले उसकी महान करुणा को भूल गया और अब परमेश्वर के कार्यों को, उसके वर्क, उसकी अद्भुत कार्यों को वे भूलना शुरू कर दिया। ആദ്യമേ ദയയെ മറന്നവർ ഇപ്പോൾ അവന്റെ പ്രവൃത്തികളെ മറന്നു. वहां पर लिखा है कि परंतु वे जट उसके कामों को भूल गए करके वहां पर बताया गया है। അവർ അവന്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു വേഗത്തിൽ. അവിടെ വായിക്കുന്നു. I mean, और वहां पर लिखा है कि और उसकी युक्ति के लिए ना ठहरे करके लिखा गया है। അവന്റെ ആലോചനയ്ക്ക് അവർ കാത്തിരുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു. They were not ready to wait for the counsel of the Lord. परमेश्वर की योजना क्या है वो सुनने के लिए भी उनको क्षमा नहीं है, इंतजार करने के लिए तैयार नहीं है। ദൈവത്തിന്റെ പദ്ധതികൾ എന്തെന്നും ദൈവിക ആലോചന അവരെ കുറിച്ച് എന്ത് എന്നും കാത്തിരിക്കുവാൻ അവർക്ക് ക്ഷമയില്ലായിരുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കും. I mean, NIV version में इंग्लिश में ऐसा लिखा है, and did not wait for the plans to unfold. परमेश्वर उनके लिए खोलने का जो वायदा है वो वायदा खुलने के लिए भी वो इंतजार नहीं कर रहा है। आगे का परमेश्वर के इरादा, परमेश्वर की इच्छा क्या है वो जानने तक उनके अंदर क्षमा नहीं है करके वहां पर बताया गया है। ഇംഗ്ലീഷിൽ വായിക്കുന്നതനുസരിച്ച് അവർക്ക് വേണ്ടി ദൈവം കാണിച്ചു കൊടുക്കുവാനിരിക്കുന്ന അല്ലെങ്കിൽ തുറക്കാനിരിക്കുന്ന അവൻ ആ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തത്തിന് വേണ്ടി അവർക്ക് കാത്തിരിക്കുവാൻ, ദൈവിക പദ്ധതി, ദൈവിക നിരൂപണങ്ങൾക്ക് വേണ്ടി അവർക്ക് കാത്തിരിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. जब परमेश्वर का परमेश्वर के कार्यों को जब हम भूल जाते हैं तो इंतजार करना भी बड़ा कठिन हो जाता है। वो हमारे अंदर बड़ा दर्द बनाना शुरू करता है। അവന്റെ പ്രവൃത്തികളെ നമ്മൾ മറക്കുവാൻ തുടങ്ങുമ്പോൾ പിന്നെ അവന്റെ ആലോചനയ്ക്കായി കാത്തിരിക്കുന്നത് നമ്മളിൽ നിന്ന് മാറിപ്പോകും. Waiting becomes painful. Hallelujah. जब हम परमेश्वर की कार्यों को भूलना शुरू करते हैं। ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു പോകുന്നവന് പിന്നെ കാത്തിരിക്കുന്നത് വലിയ വേദനാജനകമായി തോന്നും. परमेश्वर ने किया है, परमेश्वर ने रास्ता खोला है, परमेश्वर ने अद्भुत कार्यों को किया है, वो हम जब भूल जाते हैं तो फिर हम परमेश्वर के कार्यों के लिए इंतजार करना हमारे लिए बड़ा मुश्किल बन जाता है। ദൈവമാണ് നടത്തിയത്, ദൈവമാണ് കൊണ്ടുവന്നത്, ദൈവമാണ് ചെയ്തതെന്ന പ്രവൃത്തികളെ മറക്കുമ്പോൾ പിന്നീടുള്ള ദൈവിക ആലോചനയ്ക്കായി, ദൈവപ്രവൃത്തിക്കായി കാത്തിരിപ്പാനുള്ള ക്ഷമ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. हमारे परमेश्वर पर भरोसा, जो ट्रस्ट है वो बड़ा कमजोर होना शुरू हो जाता है। ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം ക്ഷീണിക്കുവാനിടയാകും. और हमारे शरीर के अभिलाषाएं फिर हमें नियंत्रण करना शुरू करता है। അതിനുശേഷം പിന്നെ ജഡാഭിലാഷങ്ങളായിരിക്കും നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. मेरा शरीर का इच्छा ये है, वो मुझे मिलना ही है बोलकर हम जबरदस्ती करना शुरू करते हैं। ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ നിർബന്ധം പിടിച്ച് അങ്ങനെ പ്രവർത്തിക്കും.
പ്രവർത്തിക്കാൻ തുടങ്ങും. आपको समझ में आ रहा है? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? समझ में आ रहा है? മനസ്സിലാകുന്നു. हालेलुया. परमेश्वर की कार्यों को जब हम भूलना शुरू करते हैं, परमेश्वर की वर्क, परमेश्वर की उस आश्चर्य कार्यों को जब हम भूलना शुरू करते हैं, हालेलुया, फिर इंतजार करना हमारे लिए बड़ा कठिन बन जाता है. അവന്റെ പ്രവൃത്തികളെ മറന്നു കളയുമ്പോൾ പിന്നെ അവന്റെ ആലോചനയ്ക്കായി കാത്തിരിക്കുന്നത് വലിയ പ്രയാസമായി മാറും. परमेश्वर ने उन्हें मिस्रैम से लेकर आया है करके वे भूल गया. हालेलुया. कहां से, किस स्थिति से लेकर आया है, वे भूलना शुरू कर दिया. അവർ മിസ്രയീമിൽ നിന്ന് അവർ വന്ന അനുഭവത്തെ, അവർ ഏത് അനുഭവത്തിൽ നിന്നാ വന്നതെന്നുള്ള ദൈവിക പ്രവൃത്തിയെ അവർ മറന്നു കളഞ്ഞു. बुक ऑफ एक्सोडस चैप्टर 16 और गिनती के पुस्तक उसके 11वें अध्याय में हम देखते हैं कि वे कुड़कुड़ाना शुरू किया और कहता है कि हमें मांस चाहिए, वी वांट मीट बोलकर परमेश्वर के खिलाफ वे कुड़कुड़ाना शुरू करता है. പുറപ്പാട് പുസ്തകം 16, സംഖ്യാപുസ്തകം 11 നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. അവർ ദൈവത്തോട് പിറുപിറുക്കുവാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞു വരെ അവർ പിറുപിറുക്കുവാൻ തുടങ്ങി. आमीन. प्रेज़ द लॉर्ड. वे कहते हैं कि वी आर टायर्ड ऑफ मन्ना, हम ये मन्ना खा खा कर थक गए बोलकर वे कुड़कुड़ाना शुरू करते हैं. ഈ കേവലം നിസ്സാരമായ മന്ന കഴിച്ചു ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് അവർ പിറുപിറുക്കി. ये मन्ना के लिए उन्होंने थोड़ा भी मेहनत नहीं किया. ഈ മന്നയ്ക്ക് വേണ്ടി അവർക്ക് ഒരു അധ്വാനവുമില്ല. अरे सुबह घर से बाहर निकलेगा तो परमेश्वर ने ऑलरेडी वहां पर तैयार करके रखा है. അവർ രാവിലെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മന്ന അവിടെ തയ്യാറാണ്. मरुभूमि में गिरेगा तो वो जरूर सूख जाएगा बोलकर उसे परमेश्वर ने उस स्नो के अंदर कवर करके अच्छा पैकेज में लाकर वहां पर तैयार करके दिया है. മരുഭൂമിയിൽ വീണ് നശിക്കാതിരിക്കുവാനായിട്ട് മഞ്ഞിനകത്ത് പൊതിഞ്ഞ് ആമേൻ അവർക്ക് സുരക്ഷിതമായ മന്ന എത്തിച്ചു കൊടുക്കുന്നു. हालेलुया. फ्रोजन फूड परमेश्वर ने जब तैयार करके दिया है, बस उसे बनाकर खाना है, उतना ही करना है. दुकान जाके नहीं खरीदना है, बीज बोकर उसका कटनी काट कर आपको गेहूं बनाकर भी नहीं खाना है, बल्कि रेडीमेड परमेश्वर ने जब दिया है. वे लोग कह रहे हैं कि हालेलुया इसका स्वाद खत्म हो गया है, ये तो साधारण खाना बन गया बोलकर वे कुड़कुड़ाना शुरू कर दिया है. വിത്ത് വിതയ്ക്കണ്ട, കൊയ്യണ്ട, ആമേൻ വിത്തുകളൊന്നും കൂട്ടിവെച്ച് അധ്വാനിച്ച് യാതൊന്നും ചെയ്യണ്ട. ആമേൻ ഉണ്ടാക്കിയാൽ മാത്രം മതി. അത്ര റെഡിമെയ്ഡ് ആയിട്ടുള്ള ആഹാരം ദൈവം അവർക്ക് ദിനം പ്രതി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. और फ्रेश खाना के लिए उस ओस के अंदर, उस बर्फ के अंदर उसे सुरक्षित उनके हाथ तक पहुंचा रहा है. ആ മഞ്ഞിനകത്ത് പൊതിഞ്ഞ് നല്ല ആമേൻ സുരക്ഷിതമായ ആഹാരം അവർക്ക് ലഭിക്കുന്നുണ്ട്. अरे आजकल स्विगी और जोमैटो से 7 मिनट में खरीदने वाला खाना भी ठंडा हो जाता है. സ്വിഗ്ഗി സൊമാറ്റോയിൽ നിന്ന് ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന 5-10 മിനിറ്റ് കൊണ്ട് വരുന്ന ആഹാരം പോലും തണുത്തു പോകും. उनका एडवर्टाइजमेंट ये है कि अगर 7 मिनट में नहीं लाया तो खाना हमारे तरफ से फ्री है करके वे कहते हैं. 7 മിനിറ്റ് കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ ഫുഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ നിങ്ങൾക്ക് സൗജന്യമായി പ്രാപിക്കാമെന്നാണ് അവരുടെ പരസ്യം. अरे 7 मिनट में आएगा तो भी ठंडा हो जाता है. 7 മിനിറ്റിൽ വരുന്നതും തണുത്തു പോകും. खाने का लायक नहीं रहता, फिर ओवन में रख के गर्म करना पड़ता है. അത് കഴിക്കാൻ കൊള്ളത്തില്ല, പിന്നെ ചൂടാക്കി കഴിക്കണം. अरे परमेश्वर ने दिया हुआ मन्ना तो ओवन में भी नहीं रखना है. इतना अच्छा रोटी परमेश्वर ने जब मन्ना तैयार करके दिया, उसका स्वाद उन्हें खत्म हो गया है. അവർക്ക് ലഭിക്കുന്ന മന്ന എത്ര ഫ്രഷ് ആയിട്ടാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ആമേൻ. അവർക്ക് കഴിക്കുവാനുള്ള ആഹാരം അവർ തയ്യാറാക്കി. Praise Lord, Hallelujah. और परमेश्वर के सम्मुख उन्होंने कुड़कुड़ाया. परमेश्वर ने उसी मरुभूमि में उनके लिए मांस का तैयार करके दे दिया. ആ മരുഭൂമിയിൽ അവർ ദൈവത്തോട് പിറുപിറുത്തു. ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു. उनको मीट भी उपलब्ध करके दिया करके हमने അവർക്ക് देखा है. ഇറച്ചിയും ദൈവം കൊടുത്തു. हालेलुया. और वहां पर लिखा गया है कि उनके लिए जो पक्षी उनके लिए तैयार करके दिया था, एक एक घर के लिए जब हिसाब लगाया जाता है करीबन 100 किलो एक घर के लिए उपलब्ध करके दे दिया. അവർക്ക് ഏകദേശം കണക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് ആമേൻ ആവശ്യത്തിലധികമായി 100 കിലോ അനുസരിച്ച് ഒരു കുടുംബത്തിന് ആവശ്യമായ ഇറച്ചി അവർക്ക് കൊടുത്തു. एक घर में कौन 100 किलो खाने वाला है? ഏതെങ്കിലും വീട്ടിൽ 100 കിലോ കഴിക്കാൻ പറ്റും? हालेलुया. हम तो आज 200 ग्राम खाने में डॉक्टर बोलेगा कि कोलेस्ट्रॉल बढ़ जाएगा, इसके लिए थोड़ा सा चख कर ही देखा, खाना नहीं करके बोलकर डरा कर रखते हैं.
200 ഗ്രാം കഴിച്ചാൽ ഡോക്ടർ പറയും കൊളസ്ട്രോൾ കൂടുതലാണ്, അത്രയും പോലും ദിനം പ്രതി കഴിക്കരുത്. अरे इनसे तो परमेश्वर कह रहे तुम खाओ, तुम्हें कोलेस्ट्रॉल भी नहीं होगा, बीपी भी नहीं होगा, खा लो बोलकर उनको दिया, लेकिन वो खा नहीं पा रहे हैं. അവർക്ക് കൊളസ്ട്രോളും ബിപിയും ഒന്നുമില്ല, നിനക്ക് ഇഷ്ടം പോലെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കഴിച്ചു തീർക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം അവർക്ക് കൊടുത്തു. क्योंकि मरुभूमि में यदि उनका वस्त्र खत्म नहीं हुआ है, चप्पल घिसा नहीं है, हालेलुया, सब कुछ परमेश्वर इंतजाम किया है, तो शायद कोलेस्ट्रॉल भी नहीं हुआ होगा, बीपी का बीमारी भी नहीं हुआ होगा. परमेश्वर ने वो भी उनके लिए इंतजाम करके दिया होगा. അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല, അവരുടെ വസ്ത്രം ജീർണിച്ചില്ല എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് രോഗങ്ങളും കൊളസ്ട്രോളും ബിപിയും ഒന്നും കാണത്തില്ലായിരുന്നു. അതും ദൈവം അവർക്ക് ചെയ്തു കൊടുത്തു കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. अरे डर डर के नहीं खाना है, तुम खा लो, जितना चाहिए खा लो बोलकर परमेश्वर दे रहा है, लेकिन फिर भी परमेश्वर को वे क्रोधित कर रहा है. നിങ്ങൾ പേടിച്ച് കഴിക്കില്ല, നിങ്ങൾക്ക് ആവശ്യം പോലെ ആഹാരം കഴിച്ചോ എന്ന് പറഞ്ഞ് ദൈവം ഇതെല്ലാം കൊടുത്തിട്ടും അവർ ദൈവത്തിന് നേരെ പിറുപിറുക്കുക. हालेलुया, प्रेज़ लॉर्ड. आज का माहौल, सुबह यदि एक अंडा खा लिया और शाम को यदि कहीं मीटिंग में गया तो उधर भी अंडा है, तो पत्नी हमारे आंखों में देखेगा, सुबह एक कोलेस्ट्रॉल खाया है, शाम को भी एक कोलेस्ट्रॉल करके देखते हैं. हालेलुया. लेकिन परमेश्वर उनको जितना चलाया, कितने आश्चर्य तरीके से परमेश्वर उनको चलाया है. രാവിലെ വീട്ടിൽ ഒരു മുട്ട പുഴുങ്ങിയത് കഴിച്ച് വൈകിട്ട് പോകുന്ന വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം മുട്ടക്കറി ആണെങ്കിൽ ഭാര്യ നോക്കും കണ്ണിലോട്ട്, രാവിലെ ഒരു കൊളസ്ട്രോൾ കഴിച്ചു, ഇനി വൈകിട്ട് കൂടെ കഴിക്കണമോ എന്ന് പറഞ്ഞു നോക്കും. ആമേൻ, ഹാലേലൂയ. എത്ര വിഷമമാ ആമേൻ, ഇസ്രായേൽ മക്കൾക്ക് എത്ര സന്തോഷമായിരുന്നു. हालेलुया. आपको पता नहीं चलेगा, अगर आपका पत्नी नर्स है तो ही पता चलेगा कि कैसा सब कुछ चलता है करके. ഭാര്യമാര് നഴ്സും കൂടെ ആണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. हालेलुया, प्रेज़ लॉर्ड. हम अंडे को अंडा जैसा नहीं देखते हैं, हम कोलेस्ट्रॉल जैसा देखते हैं. മുട്ടയെ മുട്ടയായിട്ടല്ല കാണുന്നത്, അതിനെ കൊളസ്ട്രോൾ ആയിട്ടാണ് കാണുന്നത്. सारे भलाई के लिए हम परमेश्वर को धन्यवाद देते हैं. എല്ലാ നന്മകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. हालेलुया. लेकिन यहाँ पर हम देखते हैं कि इस भजन संहिता में परमेश्वर ने उनके लिए सब कुछ उपलब्ध करके दे दिया. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി കൊടുത്തു. लेकिन भजन संहिता लिखने वाला कहता है कि जब वो उसके मुंह में था तभी परमेश्वर का क्रोध उन पर भड़का है. അവരുടെ വായിൽ അവർ ആഹാരം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവകോപം അവർക്ക് നേരെ ജ്വലിച്ചു. हालेलुया. वहां पर लिखा गया है कि उनके प्राण को परमेश्वर ने सुखा दिया. അവിടെ നമ്മൾ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരുടെ പ്രാണന് ദൈവം ക്ഷയമയച്ചു. हालेलुया. जो कुछ भी उन्होंने मांगा था सब कुछ परमेश्वर ने दे दिया, लेकिन उनके प्राण को परमेश्वर ने सुखा दिया. അവർ അപേക്ഷിച്ചതെല്ലാം അവൻ അവർക്ക് കൊടുത്തെങ്കിലും അവരുടെ പ്രാണനെ ക്ഷയമയച്ചു. उसी भजन संहिता के 15वीं आयत में उस आयत लिखा गया है. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. हालेलुया. प्रेज़ लॉर्ड. सब कुछ मिला, लेकिन वो सब कुछ अनुभव करने का शरीर नहीं है, लेकिन प्रेज़ लॉर्ड फिर क्या फायदा है वो सारे अनुग्रह का. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു, പക്ഷെ ഇതൊന്നും അനുഭവിക്കാനുള്ള ശരീരം അവർക്കില്ലാതെ പോയി. हालेलुया. जल्दी से हम आएंगे उसके 21 और 22वें आयत की, और भी हम जल्दी से आएंगे. 21-22 വാക്യങ്ങൾ. മിസ്രയീമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിങ്കൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. हालेलुया. वहां पर हम देखते हैं उनके उद्धारकर्ता ईश्वर को वे भूल गया करके लिखा गया है. അവരുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. उनके उद्धारकर्ता ईश्वर को, परमेश्वर को वे भूल गया करके लिखा गया है. രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. हमें प्रेज़ लॉर्ड पहले परमेश्वर की महाकरुणा को वे भूल गए थे, ആദ്യമേ അവർ ദൈവത്തിന്റെ മഹാദയയെ മറന്നുകളഞ്ഞു. और फिर हमने देखा कि परमेश्वर की आश्चर्य कार्यों को, द वर्क्स ऑफ द लॉर्ड, वे भूलना शुरू कर दिया. രണ്ടാമത് അവന്റെ പ്രവർത്തികളെ അവർ മറന്നു എന്ന് നമ്മൾ വായിച്ചു. और अब तीसरे आयत में, तीसरे भाग में जब हम आते, वहां पर परमेश्वर को ही वे भूलना शुरू कर दिया. മൂന്നാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നു അവർ ദൈവത്തെ തന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു. हालेलुया. प्रेज़ लॉर्ड. बैकस्लाइडिंग का एक एक स्टेज है. सबसे पहले परमेश्वर की करुणा को वे भूलना शुरू करते हैं.
മാറ്റത്തിന്റെ ഓരോരോ പടികളാണ്. ആദ്യമേ ദൈവത്തിന്റെ ദയയെ മറന്നു കളഞ്ഞ हालेलुया। और फिर परमेश्वर ने किया है, परमेश्वर ने लाया है ये अनुभव, अनुग्रह, जो कुछ भी मैं अनुभव कर रहा हूं सब कुछ परमेश्वर ने दिया है करके वो भी हम भूल जाना शुरू करते हैं। ദൈവം ചെയ്ത നന്മകൾ ദൈവം തന്നതാണെന്ന് നമ്മൾ മറന്നു പോകുന്ന അനുഭവത്തിലേക്ക് കടക്കുകയാണ്. और फिर यहोवा परमेश्वर को ही हम भूलना शुरू करते हैं। പിന്നീട് നമ്മൾ ദൈവത്തെ തന്നെ മറന്നു പോകുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. प्रेज़ लॉर्ड, वहां पर हम परमेश्वर के खिलाफ कुड़कुड़ाना शुरू करते हैं। അവിടെ ദൈവത്തിന് വിരോധമായ പിറുപിറുപ്പ് ആരംഭിക്കുക. बहुत कुछ बातें वहां से स्मरण दिलाने के लिए है, ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. लेकिन मैं वहां पर जल्दी से समाप्त करना चाहूंगा। അവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. प्रेज़ लॉर्ड, मूसा के द्वारा परमेश्वर अपने लोगों को सिखाता है, कहता है कि टीच योर चिल्ड्रन, आपके बच्चों को सिखाओ कि यहोवा परमेश्वर कौन है, हमें किस स्थिति से लेकर आया है, अपने पीढ़ी को सिखाने के लिए कहता है। മോശ മുഖാന്തരം ജനത്തോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ തലമുറയോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഏത് അവസ്ഥയിൽ നിന്നാണ് ഇവിടെ വരെ വന്നത്. परमेश्वर को ना भूले, उसके कार्यों को ना भूले, उसकी करुणा को ना भूले करके परमेश्वर ने स्मरण दिला रहा है। ദൈവത്തിന്റെ ദയയെയും ദൈവത്തിന്റെ പ്രവൃത്തികളെയും ദൈവത്തെയും മറക്കരുതെന്ന് നിന്റെ ജനത്തോട് നിന്റെ തലമുറയോട് പറഞ്ഞു കൊടുക്കണം. बुक ऑफ डिट्रोनॉमी चैप्टर 6 वर्सेस 7 में वहां पर लिखा गया है, टीच देम डिलिजेंटली टू योर चिल्ड्रन करके, आपकी बच्चों को, आपकी संतानों को इस बातों को बड़े गंभीर तौर से सिखाने के लिए परमेश्वर कह रहा है। ആവർത്തന പുസ്തകം 6:7 വളരെ തീവ്രമായി ദൈവം ജനത്തോട് പറയുകയാണ്, നീ അവയെ നിന്റെ മക്കൾക്ക് വളരെ ശക്തമായി ഉപദേശിച്ചു കൊടുക്കണം. हालेलुया। माता पिता, हालेलुया, आपका जिम्मेदारी है बच्चों को इस बातों के बारे में सिखाने के लिए। മാതാപിതാക്കളായ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. उनको साइंस और मैथ्स स्कूल में पढ़ाने के लिए टीचर्स हैं। അവരെ സയൻസും കണക്കും പഠിപ്പിക്കുവാൻ സ്കൂളിൽ ടീച്ചർ ഉണ്ട്. हालेलुया। उनको ज्योग्राफी सिखाने के लिए ट्यूशन का टीचर है। അവരെ ജോഗ്രഫി പഠിപ്പിക്കുവാൻ അവർക്ക് ട്യൂഷൻ ടീച്ചർ പറഞ്ഞു കൊടുക്കും. संसार के बारे में सिखाने के लिए उनके मित्र उनके लिए हैं। അവരുടെ ലോകത്തിന്റെ കാര്യങ്ങൾ പറയുവാൻ അവർക്ക് കൂട്ടുകാരുണ്ട്. लेकिन परमेश्वर के बारे में सिखाने के लिए कोई और नहीं है, वो आपका जिम्मेदारी है। എന്നാൽ ദൈവത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് മറ്റാരുമില്ല, നിങ്ങൾ തന്നെയാ പറഞ്ഞു കൊടുക്കുന്നത്. Teach your children about the God, परमेश्वर के बारे में अपने पीढ़ियों को, अपने संतानों को सिखाने के लिए हमारे ऊपर एक जिम्मेदारी परमेश्वर ने दिया है। ദൈവത്തെ കുറിച്ചും ദൈവ പ്രവർത്തികളെ കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേലിലുണ്ട്. Let them know the God who has brought you thus far, यहां तक आपको लेकर आए वह परमेश्वर के बारे में वो आपके द्वारा जानने पाए। നമ്മൾ മുഖാന്തരം ദൈവം ഇതുവരെ കൊണ്ടുവന്നുവെന്നും ദൈവമാണ് കൊണ്ടുവന്നതുമുള്ള ആ വാസ്തവികത നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയുവാനിടയാകും. वो आपके रवैया के द्वारा, आपके स्वभाव के द्वारा, आपके बोली के द्वारा, आपकी जिंदगी के अनुभवों के द्वारा, एक एक बातों से वे सीखने पाए कि सचमुच में मेरे माता पिता मेरा परमेश्वर का आदर करता है। നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഭാവങ്ങൾ, ഇടപാടുകളിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കട്ടെ ദൈവമാണ് ഇവരെ നടത്തുന്നതെന്ന്. हालेलुया। प्रेस और सोसाइटी उन्हें कंपटीशन के लिए सिखाते हैं, टू बी कॉम्पिटिटर्स, इसके लिए सोसाइटी उन्हें उसके लिए सक्षम करता है। സമൂഹം അവരെ മത്സരികളായി മത്സര ബുദ്ധിയിൽ അവരെ വളർത്തിയെടുക്കുവാനിടയാകും. आजकल के मीडिया उन्हें गलत तरीके के दिशाओं को दिखाते हुए उन्हें गलत रास्तों की ओर लेकर जाता है। ഇന്നത്തെ മീഡിയ അവരെ തെറ്റായ വഴികളിലേക്ക് ദിശകളിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന മാധ്യമമാണ്. लेकिन मेरा और आपका जिम्मेदारी है, हम अगले पीढ़ी को हमारे परमेश्वर के बारे में हम सिखा कर दे। എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറയെ ദൈവിക ദിശയിലേക്ക് ദൈവത്തിലേക്ക് നയിക്കുക. संसार का सबसे बड़ा एक प्रचारक के नाम में हम जब सीखते हैं, चार्ल्स स्पर्जन नाम के बारे में हम सबने सुना होगा। ഏറ്റവും വലിയ മഹാന്മാരുടെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ചാൾസ് പ്രശസ്തനായ പ്രസംഗകന്റെ പേരിലുള്ള ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയാണ് ചാൾസ് സ്പർജൻ. चार्ल्स स्पर्जन के बारे में जब हम सीखते हैं, उनके दादा भी चर्च का पास्टर रहा है। ചാൾസ് സ്പർജന്റെ പിതാവും തന്റെ പിതാവിന്റെ പിതാവും രണ്ടുപേരും പാസ്റ്റർ ആയിരുന്നു. वो ऐसे बैकग्राउंड से उनका पालन पोषण हो रहा है। അങ്ങനെ ഒരു ചരിത്രമാണ് തനിക്കുണ്ടായത്. लाइब्रेरी का हर एक बुक्स उन्होंने पढ़ा है और बड़ा ज्ञान उनके सिर के
अंदर है, വലിയ വലിയ ബുക്കുകൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിച്ച് വളരെ ജ്ഞാനിയായിരുന്നു സ്പർജൻ. लेकिन परमेश्वर के साथ कोई एनकाउंटर नहीं है. എന്നാൽ ദൈവവുമായി ഒരു മുഖാമുഖമായ ഒരു ഇടപെടൽ അവൻ തനിക്കുണ്ടായില്ല. हालेलुया. परमेश्वर के साथ कोई रिश्ता उनका नहीं है, ദൈവവുമായുള്ള ഒരു ബന്ധം തനിക്കില്ലായിരുന്നു. लेकिन उनका माँ परमेश्वर के सम्मुख हर एक समय प्रार्थना करने वाला एक माँ रहा है. എന്നാൽ തന്റെ माताവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവളായിരുന്നു. हालेलुया. उनके माँ एक बार इतना तंग आ गया कि चार्ल्स स्पर्जन ही इज बिकमिंग रेबेलियस, जब परमेश्वर के खिलाफ और परमेश्वर की भय जब उसके अंदर कम हो रहा है, उसका माँ परमेश्वर के सम्मुख आकर इस प्रकार वे रो रही है. മകൻ ഒരു മത്സരിയായി മാറി ദൈവമില്ലാത്തവനായി ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ ആ മാതാവ് ദൈവസന്നിധിയിൽ കടന്നു വന്നു. उन्होंने परमेश्वर से कहा कि हे परमेश्वर, हालेलुया, चार्ल्स स्पर्जन का खून मेरे ऊपर नहीं पूछेगा, क्योंकि मैंने उसके बचपन से लेकर उनको परमेश्वर के बारे में शिक्षा देकर यहाँ तक लेकर आया है. ആ മാതാവ് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ചാൾസ് സ്പർജന്റെ രക്തം എന്നോട് ചോദിക്കരുത്, കാരണം കൊച്ചു കുഞ്ഞായിരുന്ന സമയം മുതൽ നിന്റെ വചനം ഞാൻ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. हालेलुया, प्रेज द लॉर्ड. वहां पर लिखा है, लॉर्ड इफ माय चिल्ड्रन गो ऑन इन सिन इट विल नॉट बी अ लैक ऑफ माय प्रेइंग फॉर देम करके वहां पर लिखा गया है. ഞാൻ എന്റെ തലമുറ നശിച്ചു പോകുന്നെങ്കിൽ ആമേൻ, അത് അവർ പാപത്തിൽ നശിക്കുന്നെങ്കിൽ എന്റെ പ്രാർത്ഥന കുറവ് കൊണ്ടല്ല എന്ന് ദൈവത്തോട് താൻ പറയുകയാണ്. और कहता है कि मेरे द्वार के सामने उनके पाप या उनका लहू मेरे खिलाफ बातें करने ना पाए. അവരുടെ രക്തം എന്നോട് ചോദിപ്പാൻ ഒരിക്കലും ഇടയാകരുതേ എന്ന് ആ മാതാവ് ദൈവത്തോട് നിലവിളിക്കുകയാണ്. Because I have trained them well, मैंने उनको सिखाया है और मैंने उनके लिए उतना प्रार्थना किया है, खुदा तो उनके मन को बदल दे. അവരെ ആമേൻ, അവർക്ക് വേണ്ടി ഞാൻ നിന്നോട് എത്രമാത്രം നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ആ മാതാവ് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി. वो एक प्रार्थना चार्ल्स स्पर्जन का जिंदगी बदल दिया. ആ പ്രാർത്ഥന കേട്ട ചാൾസ് സ്പർജന്റെ ഹൃദയത്തെ സ്പർശിച്ചു. उसी रात से उसका जिंदगी में परिवर्तन आना शुरू हो गया. അന്ന് രാത്രി മുതൽ തന്റെ ജീവിതം മാറി. हालेलुया. बहुत बड़ा कहानी है, प्रेस बाद में कभी समय मिलेगा तो जरूर उसमें से स्मरण दिलाऊंगा. हालेलुया. प्रेस उसी रात से उसका जिंदगी बदलना शुरू हो गया. അന്ന് രാത്രി മുതൽ തന്റെ ജീവിതത്തിന് വലിയൊരു മാനസാന്തരം ഉണ്ടാകുവാൻ उस रात को उसने परमेश्वर के लिए अपना जिंदगी को समर्पण कर അന്ന് दिया. രാത്രി താൻ ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിക്കുവാനിടയായി. एक ही कारण है, एक माँ का प्रार्थना अपने बेटे के लिए बहुत ही कठिन रहा है. ആ അമ്മയുടെ പ്രാർത്ഥന കേട്ടത് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി. पवित्र आत्मा उसका जिंदगी को बदल दिया. പരിശുദ്ധാത്മാവ് തന്റെ ജീവിതത്തെ മാറ്റി. और आज भी संसार चार्ल्स स्पर्जन के सरमन्स रेफर करते हैं, क्योंकि उतना पावरफुल सरमन्स चार्ल्स स्पर्जन का रहा है. ഇന്നും ലോകം ചാൾസ് സ്പർജന്റെ മെസ്സേജുകൾ, സെർമൺ, തന്റെ സന്ദേശങ്ങൾ ആളുകൾ നോക്കാറുണ്ട്, പഠിക്കാറുണ്ട്. അത്ര ശക്തമായ ആലോചനകളാണ് തന്റെ ദൂതുകൾ. रोने वाला एक माँ उसके पीछे रहा है. കരയുന്ന ഒരു മാതാവ് തനിക്കുണ്ടായിരുന്നു. परमेश्वर के सम्मुख गिड़गिड़ाने वाला एक माँ उसके पीछे रहा है. ദൈവ സന്നിധിയിൽ ആമേൻ മധ്യസ്ഥം ചെയ്യുന്ന ഒരു മാതാവ് തനിക്കുണ്ടായിരുന്നു. केवल रोया नहीं, बल्कि उसको सिखाते रहा कि उसका परमेश्वर कौन है, परमेश्वर की ओर का आश्रय कैसा रखना है. വെറുതെ ഇരുന്ന് കരയുന്നവളായിരുന്നില്ല, ദൈവമാരതും ദൈവത്തിലുള്ള ആശ്രയത്തെ കുറിച്ചും മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു മാതാവ്. अगला पीढ़ी नष्ट नहीं होगा. അടുത്ത തലമുറ നശിച്ചു परमेश्वर ने പോകുന്നില്ല. हमारे हाथों में उसका जिम्मेदारी दिया है. ആ ദൈവം നമ്മുടെ കയ്യിൽ അതിന്റെ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. शायद आपके संडे स्कूल का एक छोटा सा बच्चा होगा, कल का मूसा, जो हजारों को छुड़ाने के लिए परमेश्वर इस्तेमाल करने के लिए तैयार हो रहा है. നമ്മുടെ സൺഡേ സ്കൂളിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കുഞ്ഞായിരിക്കാം വരുന്ന തലമുറയിലെ ഒരു മോശ. ആമേൻ, അനേകം ആയിരങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു മോശ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞായിരിക്കാം നമ്മുടെ കയ്യിലുണ്ട്. हालेलुया. आप उसे साधारण तौर से ना देखिएगा, बल्कि परमेश्वर दिया हुआ जिम्मेदारी जानते हुए उसके लिए करने के लिए तैयार हो जाए. ആമേൻ, ഉത്തരവാദിത്തത്തെ ചെറുതായി കാണരുത്, അത് ദൈവം ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമായി കാണാം. Amen. Never forget the works of the Lord. Never forget the mercies of the Lord. Amen. Never forget the Lord. परमेश्वर को ना भूले. हालेलुया. कौन कहां से लेकर आया है, हर एक समय याद रखना जरूरी
है। इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर और अनुमति दी परमेश्वर के आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। आज शायद राजू पिनायर पास्टर हमें प्रचार करना था, लेकिन उनको आज कुछ असुविधा होने के कारण कल वे करेंगे, आज हमसे करने के लिए कहा। इसके लिए आज करने के लिए परमेश्वर ने ऐसा एक मौका दिया। लेकिन प्रेज लॉर्ड, आपकी प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है। निरंतर हमें आपकी प्रार्थना में उठाए रखिएगा। गॉड ब्लेस यू ऑल। परमेश्वर आप सबको